ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിദൂസ് വെറൈറ്റി. ഇന്ന് ഞാൻ പ്രമേഹ രോഗികൾക്കായിട്ടുള്ള ഒരു സീഡ് തെറാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷുഗർ കയറി വന്നപ്പോൾ ഒരു 150 ലെവലായപ്പോൾ ഞാൻ മരുന്ന് എങ്ങനെ കഴിക്കാതെ ഷുഗർ നോർമലാക്കാമെന്ന് അന്വേഷിച്ചു. അപ്പോൾ സീഡ് തെറാപ്പിയെക്കുറിച്ച് കേട്ടു. അങ്ങനെ സീഡ് തെറാപ്പിസ്റ്റ് പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കിത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് നോർമലായി. അപ്പോൾ നമ്മളിപ്പോൾ പ്രമേഹത്തിനൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ ഒരുപാട് സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നല്ല ബെറ്റർ ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത ഉലുവ നാളെ എടുക്കാൻ പാടില്ല. പുതിയ സീഡ് വേണം ഉപയോഗിക്കാനായിട്ട്. ഓരോ ദിവസം പുതിയ സീഡ് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഒരു സർജിക്കൽ ടേപ്പും വേണം. അപ്പോൾ വീതിയുള്ള ടേപ്പ് എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ വീതി കുറഞ്ഞായതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ നടുക്ക് ഉലുവ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, വീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ എന്തായാലും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നോർമലാക്കിയ വലിയ കാര്യമാണ്. അപ്പോൾ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. സീഡ് തെറാപ്പിസ്റ്റ് പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ടും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ ഷുഗർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം, അവർ ചെയ്ത് നോക്കട്ടെ. പ്രയോജനമുള്ള കാര്യമാണ്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രഷർ പോയിൻറ്റിലാണിത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്, നമ്മുടെ തംബ്നെയിലിൻ്റെ തൊട്ട് താഴത്തായിട്ട്. അപ്പോൾ ലേഡീസിന് റൈറ്റ് ഹാൻഡും മെയ്ഡ്സിനാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടത്. താഴത്തായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് മസാജ് ഒന്ന് ഞെക്കിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ ഉലുവ അവിടെ ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട്. ഇന്ന് രാത്രി ഒട്ടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എടുത്ത് മാറ്റാം. ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇച്ചിരി കൂടിയ ലെവലൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ കൂടെ അത് യൂസ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ഉപയോഗിക്കാവുന്നതാണത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇത് ഒട്ടിച്ച് കൊടുത്താൽ നമ്മുടെ ഷുഗർ നോർമൽ ആവുകയും ചെയ്യും, നമുക്ക് മരുന്നൊന്നും എടുക്കുകയും വേണ്ട. പിന്നെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട്, അതനുസരിച്ച് നിങ്ങൾ മരുന്ന് കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾ അൺകൺട്രോളബിൾ അല്ലാത്തവർ ഒരിക്കലും മരുന്ന് നിർത്താതെ തന്നെ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മസ്റ്റായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ പ്രയോജനമാവട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാനിത് ഇങ്ങനെ ഷെയർ ചെയ്ത് വിട്ടത്. അപ്പോൾ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്, 100% ഇതെൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ഉപകാരമായിരിക്കും. ഇന്നത്തെ ഈ മരുന്നിനനുസരിച്ച് ഉപയോഗിക്കുന്നുള്ളത്. താങ്ക് യു.